ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ശരാശരി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് PSC ചോദിക്കുന്ന സ്ഥിരമായ ഒരു 5 ചോദ്യങ്ങൾ നമുക്ക് വേഗത്തിൽ പഠിക്കാം. പറയുമ്പോൾ 5 ചോദ്യമേ ഉള്ളൂ എന്നാണെങ്കിലും കണക്കിൽ കുറച്ചധികം ചോദ്യങ്ങൾ കിട്ടുകയും ചെയ്യും. ഏറ്റവും ആദ്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്താണ് ആവറേജ് അല്ലെങ്കിൽ ശരാശരി? ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന് പറഞ്ഞാൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന അതിന്റെ അർത്ഥം? എന്താണ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? തുല്യമായി വീതിക്കുക. എന്താ പറഞ്ഞേ? തുല്യമായി വീതിക്കുന്ന പരിപാടിയെ വിളിക്കുന്ന പേരാ തുല്യമായി വീതിക്കുക എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ശരിയല്ലേ? ഇനി സാധാരണഗതിയിൽ ശരാശരിയുടെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാ എഴുതുക? ശരാശരിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്നതായ സംഖ്യകൾ എന്തൊക്കെയാണോ അതിന്റെ തുക എടുക്കുക, താഴെ എന്ത് ചെയ്യുക? എണ്ണം കൊണ്ട് അതിനെ ഭാഗിക്കുക എന്നാ പഠിച്ചേ. തുക ഭാഗം എണ്ണം എന്ന് പറയുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ശരാശരി എന്ന് പറയുന്നത്. അപ്പോ ശരാശരി എന്ന് പറഞ്ഞാൽ തുക ഭാഗം എണ്ണമാണ്. അതുപോലെ ശരാശരി എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ തുല്യമായി വീതം വയ്ക്കുക. ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ചോദ്യങ്ങളിൽ ഈ ഇക്വേഷന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കേവലം എന്തിന്റെ ആവശ്യം മാത്രം മതി? ലോജിക്കിന്റെ ആവശ്യം മാത്രം മതി. കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉത്തരം എന്താണെന്ന് പറയാൻ പറ്റുന്നതായ കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ അല്ലേ? വേഗത്തിൽ പഠിക്കാം. ദാണ്ടെ ഇവിടെ 2 ചോദ്യം തന്നിട്ടുണ്ട്. ഇതിനെ രണ്ടെണ്ണത്തിനെയും കൂടെ ഒരൊറ്റ ചോദ്യമായിട്ട് കണക്കാക്കിയാൽ മതി. ഇവിടെ നിന്ന് ആ ഒരു ആശയം മൊത്തമായിട്ട് പഠിച്ചെടുക്കുക എന്നതുകൊണ്ടാണ് ഞാൻ ഒറ്റ ചോദ്യമായിട്ട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞത്. ആദ്യത്തെ ഞാൻ അവിടെ എഴുതിയിരിക്കുന്ന ആ ഒരു കാര്യം ഒന്ന് നോക്കേ. ആദ്യം 52, 54, 56, 58, 60 എന്ന് എഴുതിയിട്ടുണ്ട്. അല്ലേടാ? ആണ്. അവന്മാരുടെ ശരാശരിയാണ് ആദ്യമായിട്ട് ഞാൻ അവിടെ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേടാ? ആണ്. ഈ പറയുന്ന 52, 54, 56, 58, 60 ഇവന്മാരുടെ പ്രത്യേകത എന്താണെന്നറിയോ? അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇരട്ട സംഖ്യകളാണ് ഇവന്മാർ. 52 കഴിഞ്ഞു വരുന്ന തൊട്ടടുത്ത ഇരട്ട സംഖ്യ 54, 54 കഴിഞ്ഞു വരുന്ന തൊട്ടടുത്ത ഇരട്ട സംഖ്യ 56, 56 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന ഇരട്ട സംഖ്യ 58, അത് കഴിഞ്ഞു വരുന്നത് 60. ശരിയല്ലേ? അപ്പോ അടുത്തടുത്തായി വരുന്ന ഇരട്ട സംഖ്യകളാണ് ഈ തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും കോൺസിക്യൂട്ടീവ് ആകുന്ന ആളുകളാണ് തന്നിരിക്കുന്നത്. അപ്പോ അടുത്തടുത്തായി വരുന്നതായ സംഖ്യകളുമായി ബന്ധപ്പെട്ട് അതും കൈകൊണ്ട് എണ്ണിയെടുക്കാവുന്നതോ കണ്ണുകൊണ്ട് നോക്കി മനസ്സിലാക്കാവുന്നതോ ആയ എണ്ണമുള്ള സംഖ്യകളിലാണ് ഞാൻ ഈ പറയുന്ന ട്രിക്ക് നിങ്ങൾ പ്രയോഗിക്കേണ്ടത്. എന്താണ് എന്ന് പറഞ്ഞുതരാം. സംഖ്യകളൊന്ന് എണ്ണേ. 1 സംഖ്യ, 2 സംഖ്യ, 3 സംഖ്യ, 4 സംഖ്യ, 5 സംഖ്യ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇവിടെ എണ്ണം എന്ന് പറയുന്നത് 5 എന്നാ വന്നിരിക്കുന്നത്. 5 എന്ന് പറഞ്ഞാൽ ഒരു ഓഡ് നമ്പർ ആണ് അല്ലെങ്കിൽ ഒരൊറ്റ സംഖ്യയാണ് എന്നറിയാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എണ്ണി നോക്കുമ്പോൾ മൊത്തമാകുന്ന എണ്ണം ഒരൊറ്റ സംഖ്യയാണ് വരുന്നതെങ്കിൽ ഒത്ത നടുക്കു വരുന്ന സംഖ്യയായിരിക്കും ശരാശരി എന്ന് പറയുന്നത്. ചോദ്യത്തിന്റെ ഉത്തരമായതുകൊണ്ട് 56. അപ്പൊ ചോദ്യത്തിന്റെ ശരാശരി എന്ന് പറഞ്ഞാൽ ആരാ? ഒത്ത നടുക്കു വരുന്ന സംഖ്യയാകുന്ന 56. ഇനി ഈ ഒത്ത നടുക്കു വരുന്ന സംഖ്യ എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒന്നുമില്ല. അടുത്തടുത്തായി വരുന്ന ആളാണെങ്കിൽ അവസാനിക്കുന്നത് 5-ലാ. 5ന്റെ കൂടെ 1 കൂട്ടി പകുതി എടുക്കുമ്പോൾ എന്തു വരുമോ അതാണ് ഒത്ത നടുക്ക് വരുന്ന സംഖ്യ. അപ്പൊ അതെന്തായി? 6ന്റെ പകുതി 3 എന്നായില്ലേ? ആയോടാ? ആയി. അപ്പോ ഇതിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല. കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അറിയാം ഒത്ത നടുക്ക് ആര് വരുമെന്ന്. അടുത്ത ചോദ്യം നോക്കേ. 52, അത് കഴിഞ്ഞ് 54, 56, അത് കഴിഞ്ഞാൽ വരുന്നത് 58. ഇവിടെ ഇരട്ട സംഖ്യകളാണെന്നൊന്നും അല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. അടുത്തടുത്തായി വരുന്ന ആളുകളാണോ എന്ന് ചിന്തിച്ചാൽ മതി. അതെ. ഇവിടെ എത്ര സംഖ്യകളുണ്ട്? 1, 2, 3, 4. മക്കളെ, എണ്ണം നോക്കുമ്പോൾ 4 എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യയാണ്. അല്ലെങ്കിൽ 4 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ ആകുന്ന സംഖ്യയാണ്. 4 എന്ന് പറഞ്ഞാൽ ആരാ? ഒരു ഈവൻ സംഖ്യയാണ്. അല്ലെങ്കിൽ എണ്ണം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ഇരട്ടയാകുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. മക്കളെ, ഇരട്ടയാണെങ്കിൽ ഇവിടെ ഒത്ത നടുക്കെന്ന് പറയാൻ ഒരാൾ ഉണ്ടാകില്ല. ഉണ്ടാകും. ഒത്ത നടുക്ക് ഒരാളെ മാത്രമായി പരിഗണിക്കാൻ പറ്റില്ല. 2 പേരെ പരിഗണിക്കേണ്ടി വരും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഒത്ത നടുക്ക് കിടക്കുന്ന ആ 2 ആളുകൾക്ക് നടുക്ക് ആര് വരുമോ അതാണ് ചോദ്യത്തിന്റെ ഉത്തരം. 54ന്റെയും 56ന്റെയും ഇടയിൽ ഒരു സംഖ്യയുണ്ടല്ലോ, അതാണ് അതിന്റെ ആൻസർ. 55 ആണ്. ആയതുകൊണ്ട് ചോദ്യത്തിന്റെ ശരാശരി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ സാധാരണഗതിയിൽ ഈ കണ്ണുകൊണ്ട് നോക്കിയെടുക്കാൻ പറ്റുന്ന എണ്ണം സംഖ്യകൾ അടുത്തടുത്തായുള്ള സംഖ്യകളാണെങ്കിൽ ഇങ്ങനെ ചെയ്യും. അല്ലാത്ത പക്ഷം നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എന്താണ്? കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഫസ്റ്റ് സംഖ്യ എന്താണോ
അതിനെ ലാസ്റ്റ് സംഖ്യയുമായി കൂട്ടും, ഭാഗം എന്ത് ചെയ്താൽ മതി? 2 എന്ന് ചെയ്താൽ നമുക്ക് എല്ലാ അടുത്തടുത്ത് വരുന്ന സംഖ്യകളിലും എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങളിലും ഇത് വർക്കാം. 52ഉം 60ഉം കൂടെ കൂട്ടി പകുതി എടുത്താൽ കിട്ടുന്നത് എന്ത്? അത് 56. എടാ, ഈ പറയുന്ന 52ഉം 58ഉം കൂടി കൂട്ടി പകുതി എടുത്താൽ കിട്ടുന്നത് എന്ത്? അതും ഈ പറയുന്ന 55 തന്നെയാണ്. കേട്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്തുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്നു. ഞാനിപ്പോ പറയാ 101 എന്ന് പറയുന്ന സംഖ്യ മുതൽ, ഓക്കെ, 101 എന്ന് പറയുന്ന സംഖ്യ മുതൽ ഞാൻ ഇങ്ങനെ എണ്ണി തുടങ്ങുക. 101, 102 ഇങ്ങനെ എണ്ണി ഞാൻ 200 വരെയുള്ള സംഖ്യകളെ പരിഗണിച്ചു. എണ്ണി നോക്കുമ്പോൾ പെട്ടെന്ന് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ 200 സംഖ്യകൾ ഉണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ ചോദ്യം ഒരുപക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഒന്നായിരിക്കാം. പക്ഷേ ഇങ്ങനെയൊന്നും അല്ല. ഇടയ്ക്ക് നിന്നുള്ളതാകുന്ന രീതിയിലാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അടുത്തടുത്തുള്ള സംഖ്യകൾ പ്രത്യക്ഷപ്പെടുന്നതെങ്കിലോ ബുദ്ധിമുട്ടാവും. അപ്പോ ഞാൻ പറഞ്ഞു ദാ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ആദ്യത്തെ സംഖ്യ ആരാണ്, അതിന്റെ കൂടെ അവസാനത്തെ സംഖ്യ ആരാണ് എന്ന് നോക്കുക, കൂട്ടുക. അപ്പോ 101 എന്ത് വരും ഇവിടെ? 101 അതിന്റെ കൂടെ 200 കൂട്ടി പകുതി എടുത്താൽ കിട്ടുന്നതാണ് അതിന്റെ ശരാശരി എന്ന് പറയാം. 200ന്റെ കൂടെ 100 കൂട്ടിയാൽ 300, 301ന്റെ പകുതി എന്താണോ അതാണ് അതിന്റെ ശരാശരി. 300ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 150. അപ്പോ ഒന്നെന്ന് പറഞ്ഞാൽ അരയാക്കി മാറ്റണം. അപ്പൊ 150.5 എന്നായിരിക്കും ഇതിന്റെ ആൻസർ വരിക. അപ്പോ ഒരു വലിയൊരു കോൺസെപ്റ്റാണ് നിസ്സാരമാകുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചത്, ശരിയല്ലേ? അപ്പൊ ഒരു കോൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞു. അടുത്തതാകുന്ന ഇവിടെ പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് എന്താണ്? എടാ അതാ ഇവിടെ നോക്കേ, അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന സാധനം തന്നെയാണ്. പക്ഷേ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എടാ അടുത്തടുത്തുള്ള 5 സംഖ്യകളുടെ ശരാശരി തന്നിട്ട് ആ തന്നിട്ടുള്ള സംഖ്യയിലെ ഏറ്റവും വലുതാകുന്ന സംഖ്യ ആര്, ഏറ്റവും ചെറുതാകുന്ന സംഖ്യ ആര്, വലുതും ചെറുതും കൂട്ടിയാൽ എന്താകും വരിക, ഇങ്ങനെ പല ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ വളരെ വേഗത്തിൽ ഉത്തരം എഴുതാൻ എന്തു വഴി? ഇങ്ങോട്ട് നോക്കേ, അടുത്തടുത്തായി ഉള്ളതെന്ന് കണ്ടു, 5 പേര് ഉണ്ട് എന്ന് ഉറപ്പിച്ചു, 12ആണ് ശരാശരി എന്നും പറഞ്ഞു. എപ്പോഴും ഞാൻ പറഞ്ഞു ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ എന്ന് ചെക്ക് ചെയ്യുക. 5 എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? ഒറ്റ സംഖ്യയാണ്. ഈ 12 എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എപ്പോഴും മധ്യഭാഗത്തു വരുന്ന അല്ലെങ്കിൽ മിഡിൽ ഭാഗത്തു വരുന്ന ഒത്ത നടുക്ക് വരുന്നതാകുന്ന സംഖ്യയായിരിക്കും 12. എന്നാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു 5 വരെ അങ്ങോട്ട് വരയ്ക്കണം. 2, 3, 4, 5. അതിന്റെ ഒത്ത നടുക്കാരാ ഉള്ളേ? 12 ഉണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി? 12ന് ഒന്ന് പുറകിലേക്ക്, അടുത്തടുത്ത് എന്ന ചോദ്യം പറയുന്നുണ്ടല്ലോ, ഒന്ന് വീതം പുറകിലേക്ക് പോവാ. 12ൽ നിന്ന് ഒന്ന് പുറകിലേക്ക് പോയാൽ 11, 11ൽ നിന്ന് ഒന്ന് പുറകിൽ പോയാൽ 10, 12ൽ നിന്ന് ഒന്ന് കൂടിയാൽ 13, 13ൽ നിന്ന് ഒന്ന് കൂടിയാൽ 14. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നതിലെ ഏറ്റവും വലിയ സംഖ്യ അപ്പോൾ ആരായി മക്കളെ? 14 ആയി. ഓപ്ഷൻ എ അതിന്റെ ആൻസർ. ഇനി ചോദിക്കാൻ ചെറുതാരാന്ന് ചോദിക്കാം. ഏറ്റവും ചെറുതാരാ? ഈ പറയുന്ന 10 എന്ന് പറയുന്ന ആളാ. കണ്ടോ? ഇനി വേണമെങ്കിൽ ചോദിക്കാം ഈ പറയുന്ന വലുതും ചെറുതൂടെ കൂട്ടുമ്പോൾ എന്ത് വരുമെന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 14 പ്ലസ് 10 എന്ന് പറയുന്നത് 24 എന്നാകും. കേട്ടോടാ, കേട്ടോടാ. ഡിഗ്രി ലെവലുകാർക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ കുറച്ചുകൂടെ ലെവൽ കൂട്ടി എന്ന വണ്ണം കടന്നു വരും. കുറച്ചുകൂടി അധികം ലെവലിലുള്ള ചോദ്യങ്ങൾ എന്ന വണ്ണം കടന്നു വരും. പക്ഷെ ഈ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ എന്ത് കാര്യവും ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ടാമത്തതായ ഒരു ടൈപ്പ് നമ്മൾ പഠിച്ചേ. അടുത്ത മൂന്നാമത്തെ ടൈപ്പിനകത്തേക്ക് വായു. ഇവിടെ എന്താ പറയുന്നേ? 8 സംഖ്യകളുണ്ട്. ശരാശരി എന്ന് പറയുന്നത് 32ആണ്. ഓരോ സംഖ്യയോടും ഞാൻ 3 വീതം ഗുണിച്ചു ചേർത്തു. ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ അല്ലേ? ഓരോ സംഖ്യയോടുമൊപ്പം ഞാൻ 3 വീതം ഗുണിച്ചു. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക, മൊത്തം ഇപ്പൊ 8 സംഖ്യകളുണ്ട് എന്ന് പറഞ്ഞു. ദാണ്ടേ ഒരു സംഖ്യയുണ്ട്, 2 സംഖ്യയുണ്ട്, 3 സംഖ്യയുണ്ട്, 4, 5, 6, 7, 8. ഓരോ സംഖ്യയോടൊപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? 3 ഗുണിക്കുന്നു എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ സംഖ്യയോടൊപ്പവും ഞാൻ എന്ത് ചെയ്യുന്നു? 3 ഗുണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേ, ഇവിടെ ഓരോ സംഖ്യയോടൊപ്പവും ഗുണിക്കുന്നുണ്ട് 3 എന്ന് പറയുമ്പോൾ അത് എല്ലാ രീതിയിലും നമുക്ക് ആ ഒരു ശരാശരിയിലും പ്രതിഫലിച്ചു കാണും. ശരിയല്ലേ? അപ്പോ 8 സംഖ്യകളുണ്ട്. ഓരോ സംഖ്യയോടൊപ്പവും 3 വീതം ഗുണിച്ച് ചേർത്താൽ ഈ 32 എന്ന ശരാശരി മാറി പുതിയൊരാൾ വരും. ആ വരുന്നവൻ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ഒന്നും ആലോചിക്കണ്ട, ഈ പറയുന്ന 32നെ 3 കൊണ്ടങ്ങ് ഗുണിച്ചാൽ മതി. 32നെ 3 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് എന്താണോ അതാണ് പുതിയ ശരാശരി. അപ്പൊ 8 സംഖ്യകൾ എന്ന് പറയുന്നത് ചുമ്മാ തന്നിരിക്കുക. ശരാശരി കുറച്ച് സംഖ്യകളുണ്ട്, അതിന്റെ ശരാശരി 32. ഓരോ സംഖ്യയോടൊപ്പവും ഞാൻ 3 വീതം ഗുണിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പുതിയ ശരാശരി എന്ന് പറയുന്നത് എന്താണ്? പഴയ ശരാശരിയോടൊപ്പം ആ ഗുണിച്ച് ചേർത്ത അതേ സംഖ്യ അങ്ങ് ഗുണിച്ചാൽ മതിയാകും. അപ്പൊ എന്റെ ആൻസർ എന്ത് വരും? 30 ഗുണം 3 90, 3 ഗുണം 2 6. അപ്പൊ 90ഉം 6ഉം കൂടെ ചേരുമ്പോൾ 96ആണ് എന്റെ ആൻസർ എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പം മൂന്നാമതൊരു കോൺസെപ്റ്റ് പഠിച്ചേ. അടുത്തത് നാലാമത്തെ, സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. നാലാമത്തെ ചോദ്യത്തിനകത്തേക്ക് പോവാം. എടാ നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്
ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയണം. എന്നാലേ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനകത്തേക്ക് വരൂ. ഇതൊരു ഇത്തിരി എന്താണ് ഇപ്പൊ പഠിച്ചതാകുന്ന കോൺസെപ്റ്റ് അറിയുന്നവർക്ക് ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ്. ദാ നോക്കേടാ 101, 102 മുതൽ 180 വരെയുള്ള സംഖ്യകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ശരി. അതിന്റെ ഇടയിൽ കുറെ കുത്തുകുത്ത്. അപ്പൊ എക്സെട്ര അവിടെ എല്ലാ സംഖ്യകളും പരിഗണിക്കുന്നുണ്ട്. 180 വരെയുള്ള സംഖ്യകൾ പരിഗണിക്കുന്നുണ്ട്. ഈ സംഖ്യകളോടൊപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? y എന്ന് പറയുന്ന ആളെ കൂട്ടുന്നു. അതായത് 101 എന്നും 102 എന്നും 103 എന്നിങ്ങനെ പറയുന്ന ഓരോ സംഖ്യയോടൊപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? y കൂട്ടുന്നുണ്ട്. കൂട്ടുമ്പോൾ എന്റെ ആൻസർ എന്ന് പറയുന്നത് 101 പ്ലസ് y എന്നായി, 102 പ്ലസ് y എന്നായി, അങ്ങനെ 180 വരെ പരിഗണിച്ചപ്പോൾ 180 പ്ലസ് y എന്ന് വരെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതിയതായ ശരാശരി എന്താണ്? വാട്ട് ഈസ് ദ ന്യൂ ആവറേജ് എന്നാ ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, രണ്ട് കാര്യങ്ങൾ അറിയാനുണ്ട്. അതിൽ ഒന്ന് ഈ പറയുന്ന 101 മുതലുള്ള എവിടെ വരെയുള്ള 180 വരെയുള്ള ശരാശരി എന്താണ്? നമുക്കറിയാം ഈ 101, 102, 180 വരെ പറയുമ്പോൾ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന സംഖ്യകളല്ലേ? അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന സംഖ്യകളുടെ ശരാശരി എങ്ങനെ എടുക്കണം? ഏറ്റവും ആദ്യത്തെ സംഖ്യ പ്ലസ് ഏറ്റവും അവസാനത്തെ സംഖ്യ മൊത്തമാകുന്ന രീതിയിൽ എന്ത് ചെയ്യാം? 2 കൊണ്ട് ഭാഗിക്കാം. അപ്പൊ എന്റെ ആൻസർ എന്ത് വരും? ഇവിടെ 180ന്റെ കൂടെ 100 ആയപ്പോ 280, 281 എന്നായിട്ടുണ്ട്. 281ന്റെ പകുതി എത്ര വരും ഇവിടെ? 140.5 എന്നായി. ആന്നോടെ 140.5 എന്നായി. ശരിയല്ലേ? 140.5 എന്നായി. ശരിയല്ലേ മക്കളെ? ഇവിടെ ഒരു ചെറിയ എറർ വന്നു ക്വസ്റ്റ്യനകത്ത്. ഇവിടെ പ്ലസ് ആയിരുന്നു ഇടണ്ട കേട്ടോ. ഇനി രണ്ടു ഓപ്ഷനും ഒരേപോലെ ഇരിക്കുന്നില്ലേ? അത് ഞാനത് ശ്രദ്ധിച്ചില്ല, സോറി. അപ്പോ 140.5 എന്നാണ് ആൻസർ വരുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇവിടെ ദാ ഈ പറയുന്ന സി എന്ന് പറയുന്ന ആൾ ഓപ്ഷൻ അല്ല, ബി എന്ന് പറയുന്ന ആൾ ഓപ്ഷൻ അല്ല, എ എന്നോ ഡി എന്നോ പറയുന്ന രണ്ടു പേരിൽ ഏതോ ഒന്നാണ് ഉത്തരം എന്ന് ഉറപ്പിക്കാം. കാര്യം എന്താ? ശരാശരി എന്ന് പറയുന്നത് 101 മുതൽ ഈ 180 വരെയും 140.5 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് മനസ്സിലാക്കും? ഇവിടെ അവർ പറയുന്നത് ഓരോ സംഖ്യയോടൊപ്പവും y വീതം കൂടി 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 വരുന്നുണ്ട് എന്നല്ലേ? അപ്പോ പുതിയ ശരാശരി എന്ന് പറയുന്നത് എന്താകും? അതായത് 140.5 എന്ന് പറയുന്ന ആൾ ഓരോ സംഖ്യയോടൊപ്പവും y വീതം കൂട്ടിയാൽ എന്തായി മാറുമെന്നാ ചോദിക്കുന്നത്. ഒന്നുമില്ല, y കൂട്ടുകയല്ലേ ചെയ്തത്, അതേപടി അങ്ങ് കൂട്ടി വെച്ചാൽ മതി. അപ്പൊ എന്റെ ആൻസർ 140.5 പ്ലസ് y എന്നായിരിക്കും വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആ. ഇനി ഒരുപക്ഷെ അവിടെ മൈനസ് ആണ് ചെയ്തിരുന്നതെങ്കിലോ എന്റെ ആൻസർ എന്ന് പറയുന്നത് 140.5 മൈനസ് y എന്ന് വരും. ഓക്കെ അല്ലേ? എടാ ഓരോ സംഖ്യയിലും കൂട്ടുന്നു, ഒരേ സംഖ്യ തന്നെയാണ് എല്ലായിടത്തും കൂട്ടുന്നത് എന്നാണെങ്കിൽ മൊത്തത്തിൽ എന്ത് ചെയ്താൽ മതി? ശരാശരിയോടൊപ്പം അതങ്ങ് കൂട്ടി വെച്ചാൽ മതി. ഓക്കെ, എല്ലാ സംഖ്യയോടൊപ്പം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ശരാശരിയോടൊപ്പവും അത് കുറച്ചു വെച്ചാൽ മതി പുതിയ ശരാശരി കിട്ടാൻ. പഠിച്ചോ? അടുത്ത കോൺസെപ്റ്റ് പഠിച്ചു. അടുത്തതാകുന്ന കോൺസെപ്റ്റ് പറഞ്ഞു തരട്ടെ. അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യമില്ലേ? തുല്യമായി വീതിക്കുക. തുല്യമായി വീതിക്കുക അല്ലെങ്കിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നൊരു സാധനം പറഞ്ഞില്ലേ? ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നൊരു സാധനം പറഞ്ഞില്ലേ? പറഞ്ഞു. ആ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയേണ്ട ഒരു കാര്യമാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തരട്ടെ. പറഞ്ഞുതരാം. എടാ ഒരു ക്ലാസ്സിൽ മൊത്തം എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചാൽ മൊത്തം 35 കുട്ടികളുണ്ട്. ഒരു ക്ലാസ്സിൽ മൊത്തം എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര കുട്ടികളുണ്ട്? 35 കുട്ടികളുണ്ട്. എത്ര കുട്ടികളുണ്ട്? 35 കുട്ടികളുണ്ട്. ഈ 35 കുട്ടികളുടേതാകുന്ന ശരാശരി വയസ്സ് എന്ന് പറയുന്നത് എത്രയാ മക്കളെ? 11 ആണ്. ഇവിടെ ഒരു ടീച്ചർ വന്ന് ചേരുമ്പോൾ ശരാശരി എന്ന് പറയുന്നത് എത്രയായി മാറി? 12 എന്നായി മാറി. എങ്കിൽ ടീച്ചറുടെ വയസ്സ് എന്ന് പറയുന്നത് എത്ര എന്നാണ് ചോദിക്കുന്നത്. ടീച്ചറുടെ വയസ്സ് എത്ര എന്നാ ചോദിക്കുന്നത്. എടാ ഇത് തുല്യമായി വീതം വെക്കുന്നു എന്നാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? എടാ എന്റെ കയ്യിൽ 2 മുട്ടായി, എന്റെ കൂടിയിരിക്കുന്ന ഓരോ ആളുകളുടെ കയ്യിൽ 3 മുട്ടായി ഉണ്ട്, അടുത്ത ആളുടെ കയ്യിൽ ഒരു 7 മുട്ടായി ഉണ്ട് എന്നിങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ശരാശരി എത്രയെന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടേ? ഒന്നുമില്ല. ആദ്യത്തവന്റെ കയ്യിൽ നിന്ന് 2 വാങ്ങിച്ചു, രണ്ടാമത്തവന്റെ കയ്യിലെ 3 വാങ്ങിച്ചു, എന്റെ കയ്യിലിരിക്കുന്നതും എല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പൊ 7 3 10 മൊത്തം 12 ഉണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഓരോരുത്തർക്കും ഇത് വീതം വെച്ച് നൽകണം എന്നാണെങ്കിൽ ഒരാൾക്ക് എത്ര വീതം ഞാൻ തിരിച്ച് അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വരും? ആദ്യത്തെ ആൾക്ക് ഒരു 4, രണ്ടാമത്തെ ആൾക്ക് ഒരു 4, മൂന്നാമത്തെ ആൾക്കും എന്ത് ചെയ്യണം? ഒരു 4 അങ്ങോട്ട് കൊടുത്താൽ മതി. കണ്ടോ? തുല്യമായി വീതം വെക്കുകയല്ലേ അവിടെ ചെയ്തത്. ഇതേ പരിപാടി തന്നെ ഇവിടെയും ചെയ്താൽ മതി, ആൻസർ കിട്ടും. ഇവിടെ 11 പേരുണ്ടായിരുന്നപ്പോൾ ഉള്ള ശരാശരി, 35 പേരുണ്ടായിരുന്നപ്പോൾ ഉള്ള ശരാശരി എന്ന് പറയുന്നത് എത്രയായിരുന്നു? അത് 35 ആയിരുന്നപ്പോൾ 11 ശരാശരി. ശരിയല്ലേ? ആണ്. ഒരാൾ കൂടി അധികം വന്നു. അപ്പൊ എത്ര പേരായി? 36 പേരായി. ടീച്ചറാണ് അധികം വന്നത്. ശരിയല്ലേ? അങ്ങനെ വന്നപ്പോൾ ശരാശരി എത്രയായി മാറി? 12 ആയി മാറി.
അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ 35 പേരുണ്ടായിരുന്നപ്പോൾ ഓരോ വ്യക്തിയുടെയും പ്രായം എന്ന് പറയുന്നത് എന്തായി പരിഗണിച്ചു എന്നാ പറയുന്നത്? 11 പരിഗണിച്ചു. ഇവിടെ 36 പേരാകുമ്പോൾ ഓരോ വ്യക്തിയുടെയും പ്രായം എത്രയായി പരിഗണിച്ചു എന്നാ പറയുന്നത്? 12 പരിഗണിച്ചു. അതായത് 36 പേരിലെ ടീച്ചറിന്റെ പ്രായം ഉൾപ്പെടെ ബാക്കിയുള്ള ഓരോ കുട്ടിയുടെയും പ്രായം 12 പരിഗണിച്ചിട്ടുള്ളത്. ശരിയല്ലേ? ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ 11 എന്ന് പറയുന്നതിനകത്ത് നിന്ന് ഈ പറയുന്ന 12 ആകണമെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും എന്ന് ആലോചിച്ച് നോക്കുക. എടാ, 35 കുട്ടികളുണ്ട്. എത്ര കുട്ടികളുണ്ട്? 35 കുട്ടികളുണ്ട്. ദാണ്ടെ ഇവിടെ 1 കുട്ടി, 2 കുട്ടി, 3 കുട്ടി, 4 കുട്ടി, 5 കുട്ടി, അങ്ങനെ 35 കുട്ടികളുണ്ട്. ആ ഓരോ കുട്ടികളിലും എത്ര വീതം കൂടിയിട്ടുണ്ട്? 11 12 ആകുക എന്ന് പറഞ്ഞാൽ 1 വീതം അതിന്റെ വയസ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. അതായത് തുല്യമായിട്ട്. അതായത് ടീച്ചർ വന്നു. ടീച്ചറിന്റെ പ്രായം എന്ന് പറയുന്നത് ആദ്യം ആ 35 കുട്ടികളുടെ ഇടയിലേക്ക് എന്ത് ചെയ്തു? തുല്യമായി വീതം വെച്ച് നൽകി. ടീച്ചറിന്റെ കയ്യിലേക്കും അവശേഷിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് എന്നുള്ള വണ്ണമായി. അപ്പൊ 1 വീതം എന്ത് ചെയ്തു? എല്ലാവരിലേക്കും കൂടിയിട്ടുണ്ട്. കണ്ടോ? അങ്ങനെ എത്ര പേരിലും കൂടിയിട്ടുണ്ട്? ആ 35 പേരിലും 1 വീതം കൂടിയിട്ടുണ്ട്. അപ്പോ മൊത്തം എത്ര കൂടിയിട്ടുണ്ടാകും? 35 കുട്ടികളുടേതാകുന്ന പ്രായത്തിനകത്ത് ഒരു 35 കൂടിയിട്ടുണ്ടാവും. ഇനി ടീച്ചറിന്റെ പ്രായം എത്രയായിട്ടാ പരിഗണിച്ചിട്ടുള്ളത്? 12 അപ്പൊ ആ 35ന്റെ കൂടെ 12 കൂട്ടിയാൽ മതിയാകും. ആൻസർ എന്ന് പറയുന്നത് എത്ര വരും? 47 എന്ന് വരും. ഈ കോൺസെപ്റ്റ് ഒരുപക്ഷെ നിങ്ങൾക്ക് പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇവിടെ 35 കുട്ടികളുണ്ട്. അതിന്റെ ശരാശരി എന്ന് പറയുന്നത് 11. അത് ടീച്ചറും കൂടെ ആയപ്പോൾ 36 അപ്പോൾ അതിന്റെ ശരാശരി എന്ന് പറയുന്നത് എത്ര? 12 എന്നായി. ഈ 11 12ലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ 1 കൂടി എന്നല്ലേ അതിന്റെ അർത്ഥം? ആണ്. 11 12ലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ 1 കൂടി എന്നല്ലേ? ഈ 1 എത്ര പേരിൽ കൂടുമെന്ന് ചോദിച്ചാൽ 35 പേരിലും കൂടും. അപ്പൊ ആൻസർ 1 വീതം 35 പേര് കൂടുമ്പോൾ മൊത്തം എത്ര വരും? 1 1 1 എല്ലാം കൂടെ കൂട്ടിയിടും, 35 വരും. ഇനി ഈ കിടക്കുന്ന പുതിയ ആ ശരാശരി കൂടി അതിന്റെ കൂടെ അങ്ങ് കൂട്ടിയാൽ മതി. അപ്പൊ ആൻസർ എന്തോ വരും? ആ പുതിയ ശരാശരി കൂടെ അതിന്റെ കൂടെ കൂട്ടിയാൽ മതി. ആൻസർ എന്തോ വരും? 47. കണ്ടോടാ, ഈ ഒരു കോൺസെപ്റ്റും പിടികിട്ടിയോ? അപ്പോ നമ്മൾ വളരെ വേഗത്തിൽ ഒരു 5 കോൺസെപ്റ്റുകൾ അങ്ങോട്ട് പഠിക്കുകയായിരുന്നു. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ധൈര്യമായിട്ട് എന്തെങ്കിലും ആകുന്ന ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം. ബൈ.